തമ്പുരാട്ടി, അയ്യോ മോളെ, ഇത് കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടിയാ, വൈദേഹി തമ്പുരാട്ടി. തമ്പുരാട്ടി പൊറുക്കണം, ഞാൻ ആളറിഞ്ഞില്ല. ഇതെന്താ, വിളക്ക് തെളിയിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഒരു സമയവും കാലവും ഒക്കെ ഇല്ലേ? അമ്മേ, ഇവിടെ ഇപ്പോ സമയം കാലമൊക്കെ ആകെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമല്ലേ. എന്തു ഭൂമികുലുക്കം വന്നെന്ന് പറഞ്ഞാൽ എന്താ? നിലവിളക്ക് തെളിയിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചില സമയങ്ങളൊക്കെ ഉണ്ട്. ദൈവകാര്യമേ, കുട്ടിക്കളിയല്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അമ്മ കേട്ടില്ലേ, ഇന്നലെ മുതൽ അതൊക്കെ ഭദ്രനങ്ങ് മാറ്റി. ആങ്ങളെ സംരക്ഷകനായിട്ട് വന്നപ്പോഴേ അറിയാം ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെയൊന്നും അല്ല അളിയ. ഇപ്പൊ ചില സ്ഥലങ്ങളില് ഉച്ചപൂജയും അത്താഴ പൂജയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കുഞ്ഞോളും. ഇതെന്താ തിരുപ്പതി ക്ഷേത്രോ? ഇതൊരു വീടാണ്. ശരിയാണല്ലോ, ഇത് വീടാണല്ലോ. ചിലപ്പോ കുഞ്ഞോള് തിരക്കിനിടയിലെ വീടാണെന്ന് ഓർത്ത് കാണത്തില്ല. അല്ല, ഈ ഓർമ്മയൊക്കെ നശിച്ചു പോകുന്ന ഒരു അസുഖത്തിന്റെ പേരുണ്ടല്ലോ, അമീബയോ? അല്ല, ഇപ്പൊ അതെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വന്നതാണെങ്കിലോ? ദേ, ഈ നിലവിളക്ക് എന്നെ കൊണ്ട് ഹാളിലേക്ക് എടുപ്പിക്കരുത്. അളിയൻ ഉദ്ദേശിച്ചത് നിലവിളക്കിന്റെ തലയ്ക്ക് മുകളിൽ വെക്കുന്ന കാര്യമല്ലേ? അപ്പൊ അത് മനസ്സിലായി. ഓ, രമേ, വിളക്കണച്ചു വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വാ. ശത്രുവിന്റെ ചൂര് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ജോത്സ്യൻ പറഞ്ഞതുപോലെ ശത്രു പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ എനിക്ക് ഒരാശ്രയം കിട്ടിയേ പറ്റൂ. അളിയ, കുഞ്ഞോട് പറഞ്ഞ സത്യമാ. തിരുമീനെ കണ്ട് സമയം നോക്കിയപ്പോ ആകെ ആപത്താണെന്നാ പറഞ്ഞേ. ശത്രു ജീവനെടുക്കാൻ എത്തുമത്രേ. ഓഹ്, പ്രാർത്ഥനയാണ് പരിഹാരമെന്നാ പറഞ്ഞേ. ഒരുപക്ഷെ കുഞ്ഞോട് അവനവന്റെ കർമ്മമാണ് ഫലം തരുന്നത്, അല്ലാതെ ജോത്സ്യന്റെ കള്ളത്തരങ്ങളല്ല. ഏതൊരു ശത്രുവും പടി കടന്നു വരുന്നവരെ പേടിക്കേണ്ടതുള്ളൂ. മുഖാമുഖം എത്തിക്കഴിഞ്ഞാൽ കീഴടക്കുക, അതുമാത്രമാണ് ലക്ഷ്യം. ആ, പ്രാർത്ഥനയിൽ കാലദോഷം മാറുമെങ്കിൽ മാറിപ്പോയിക്കോട്ടെ. തൽക്കാലം എനിക്കൊരു സ്വസ്ഥത വേണം. ഭക്തിയാണ് ഭക്ത. കുഞ്ഞോക്ക് ഞാൻ സ്വസ്ഥത കൊടുക്കാം. ഈശ്വര, ഇത്രനാൾ എന്താണ് വരാത്തത് എന്ന ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. വന്നിരുന്നെങ്കിൽ ഒരു നോക്ക് കാണ്, അല്പമെങ്കിലും ശരീരം ബാക്കി വെക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമായിരുന്നോ? കുറച്ച് കരിക്കട്ട വാരിയെടുത്ത് കർമ്മം നടത്തി മടങ്ങാൻ. എന്റെ സിരകളിൽ ഒഴുകുന്നത് ബ്രാഹ്മണ രക്തമല്ല, ക്ഷത്രിയ രക്തമാ. നല്ല വീറും വാശിയുള്ള രാജരക്തം. ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം തന്നവരാ അവര്. ആ ഫോസ്ഫറസ് അവിടെ എങ്ങനെ വന്നു എന്നാ ആദ്യം അറിയാനുള്ളത്. അച്ഛാ, മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു മോളെ. ആ തമ്പുരാട്ടി, അയ്യോ മോളെ, ഇത് കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടിയാ, വൈദേഹി തമ്പുരാട്ടി. തമ്പുരാട്ടി പൊറുക്കണം, ഞാൻ ആളറിഞ്ഞില്ല.
ഇത് കല്യാണി. തമ്പുരാട്ടി, ഇത് മഹി. എന്റെ ജാമ്യത്തിന് വേണ്ടി വക്കീൽ കോട്ടിട്ട് കോടതിയിൽ ഹാജരായത് മഹിയ. നന്നായി കുട്ടി. ഫാർമസിന്ന് മരുന്നെടുക്കണം. ഒരാള് ഫാർമസിയിലേക്ക് വരണം. ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ഞാനും വരാം. തമ്പുരാട്ടി, ഞാനും കൂടി അങ്ങോട്ട്. അച്ഛാ, ആ പോയ മഹി നമ്മുടെ ജയറാമിന്റെ മകനാ. മാഞ്ഞു പോയതൊക്കെ ഒന്ന് തെളിയിച്ചെടുക്കണം. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ? ഈ കാറിന് എന്ത് വില വരും? റോഡിലിറങ്ങുമ്പോ ഏകദേശം 1,25,00,000 വരും. ഓ, ആ അതെ, ഏതാണ്ടൊക്കെ. ദാ, ഇത് നോക്കാമേ. അല്ല, ഇതിനെന്ത് വില വരും? 1,65. 1,65,000 രൂപയോ? 1,65,000 കുണവേ അല്ല, 1,65,00,000 രൂപ. ഐശ്വര്യ സംസാരിക്കുന്ന ശൈലി ആരോടാണ്, എപ്പോ, എങ്ങനെയെന്ന് നോക്കി വേണം സംസാരിക്കാൻ. അത് സാരമില്ലടാ മോനെ, അവള് കുഞ്ഞല്ലേ. മുത്തശ്ശി ഇങ്ങോട്ടും കളിയാക്കി സംസാരിച്ചതല്ലേ, അതാ ഞാൻ സോറി. അല്ല, ഇതിൽ ഏത് വാങ്ങണമെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ കണ്ട വണ്ടിയൊന്നും നമ്മുടെ റോഡിൽ ഓടിക്കാൻ പറ്റിയതല്ല. മനസ്സിലായില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളല്ലാന്ന്. അതും മനസ്സിലായി കാണില്ല. വണ്ടിയുടെ പ്ലാറ്റ്ഫോം താഴ്ന്നു കിടക്കുന്ന സെഡാൻ വണ്ടികളാണ് ഇതൊക്കെ. നമ്മുടെ റോഡിലെ ഡ്രൈവിങ്ങിന് ഇത് കംഫർട്ട് ആവില്ല.